ഇന്ന് ഹിന്ദു സ്വാഭിമാന ദിനം. അയോധ്യയിൽ വൈദേശിക ശക്തികൾ ഉയർത്തിയ അപമാനത്തിൻ്റെ തർക്കമന്ദിരം കർസേവകരുടെ കരുത്തിൽ തകർന്നു വീണിട്ട് ഇന്നേക്ക് 32 വർഷം തികയുകയാണ്. രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ഹിന്ദു സ്വാഭിമാന ദിനമാണ് കടന്നുപോകുന്നത്. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, അയോധ്യയിലെ തർക്കമന്ദിരം തകർത്തിട്ട് ഇന്ന് 32 വർഷം തികയുകയാണ്. ഒപ്പം തന്നെ രാമക്ഷേത്രം അയോധ്യയിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ഹിന്ദു സ്വാഭിമാന ദിനം കൂടിയാണ് ഈ കടന്നു വരുന്നത്. നിഖിലെ 32 വർഷങ്ങൾക്ക് മുൻപ് ഡിസംബർ 6-ന് 11 മണിക്ക് ശേഷമാണ് അയോധ്യയിൽ തർക്കമന്ദിരം നീക്കം ചെയ്യുന്നത്. അന്ന് രണ്ടാമത്തെ കാർസേവയായിരുന്നു നടക്കുന്നത്. 1990-ൽ ആദ്യ കാർസേവയിൽ നിരവധി കാർസേവകർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ രൂക്ഷമായ പോലീസ് വെടിവെപ്പ് നടക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 1.5 വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നീട് 1992 ഡിസംബർ 6-ന് തർക്കമന്ദിരം നീക്കം ചെയ്തത്. എന്തായാലും 32 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നു. രാമക്ഷേത്രം വീണ്ടും യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. 1528-ലാണ് ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1528-ൽ ബാബറുടെ സൈന്യം അയോധ്യ നഗരം ആക്രമിക്കുകയും അയോധ്യയിൽ ഉണ്ടായിരുന്ന ലവകുശന്മാർ സ്ഥാപിച്ച മഹാക്ഷേത്രം തകർത്ത് ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ പിന്നീട് തർക്കമന്ദിരം നിർമ്മിക്കുകയുമായിരുന്നു. ആ തർക്കമന്ദിരം അവിടെ നിന്നും നീക്കുന്നതിനായി നിരവധി യുദ്ധങ്ങൾ പിന്നീടുള്ള 5 നൂറ്റാണ്ടിനിടയിൽ സംഭവിച്ചു. നിരവധി ഹിന്ദു രാജാക്കന്മാർ അതിന് നേതൃത്വം നൽകി. അതിനുശേഷം പിന്നീട് അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയരുന്നത് ഏതാണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. 1984-ലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ തർക്കമന്ദിരം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന വികാരം രാജ്യത്തൊട്ടാകെ അലയടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അങ്ങനെയാണ് 92-ൽ കാർസേവകരുടെ കരുത്തിൽ അവിടെ നിന്നും അപമാനത്തിൻ്റെ അടയാളം എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ വൈദേശിക ശക്തികൾ നിർമ്മിച്ച തർക്കമന്ദിരം നീക്കം ചെയ്തത്. നിഖിൽ.